നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ന്യൂജൻ കാലഘട്ടത്തിലാണ്. ഇപ്പൊ എല്ലാത്തിനും ഇപ്പൊ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ചില മൂവി സീൻസോ അല്ലെങ്കിൽ ചില മ്യൂസിക് ഒക്കെ കയറി വരുമല്ലോ. അപ്പോൾ റിസൾട്ട് കിട്ടി, ഞാൻ ജയിച്ചു, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടി എന്നുള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സീനോ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും മൈൻഡ് വന്നായിരുന്നു? ദുൽഖറിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, വിക്രമാദിത്യ മൂഡായിരുന്നു. ലാപ്ടോപ്പ് റിസൾട്ട് നോക്കി ഇറങ്ങി വരുന്ന ഒരു മൂവ്മെന്റ് അങ്ങനെയായിരുന്നു. അപ്പൊ ഈ വിക്രമാദിലെ ബീജം വരെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പ്ലേ ചെയ്തോണ്ട് ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, വീണ്ടും ഓടുന്നവർക്ക് മാത്രം. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പുതിയ ലോകം, പുതിയ കാഴ്ചകൾ, പാഠങ്ങൾ, പരിശീലനങ്ങൾ, അറിവുകൾ. ഞാൻ എന്നെ തന്നെ സ്ഫുടം ചെയ്തിരിക്കും. ഹായ് ഓൾ, വേരാന്തരേസ് കോഴിക്കോടിൻ്റെ സക്സസ് സ്റ്റോറികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് NICയിൽ എക്സാം ക്ലിയർ ചെയ്ത് NICയിൽ അസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയ മനോജാണ്. മനോജ് 2024 ഏപ്രിലെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ മനോജ് എങ്ങനെയാണ് ഈ എക്സാം ക്ലിയർ ചെയ്തത്, എങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ നമുക്ക് ചോദിക്കാം. പുള്ളിയുടെ ബാങ്ക് എക്സാമിലെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്ത് NICയിൽ അസിസ്റ്റൻ്റ് എന്നുള്ള ജോലി നേടിയിരിക്കുകയാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻ മനോജ്. താങ്ക് യു. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്? ഇപ്പോൾ ഗവൺമെൻറ് എക്സാംസ് ചൂസ് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്? ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ചെന്നൈയിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തു. ലാസ്റ്റ് ഫെബ്രുവരിയിലാണ് ഞാൻ റിസൈൻ ചെയ്തത്. സോ റിസൈൻ ചെയ്തത് എനിക്ക് വേറൊരു പ്ലാൻ ആയിരുന്നു. ആക്ച്വലി പുറത്ത് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ് റിസൈൻ ചെയ്തത്. പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിലേക്ക് ഒരു സെക്യൂർ ഫീൽഡ് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ബാങ്കിങ് ഫീൽഡ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. സോ ഏപ്രിൽ ബാച്ച് ആയിരുന്നു, പറഞ്ഞ മാതിരി റേസിലായിരുന്നു ചേർന്നത്. ഏപ്രിൽ ബാച്ച് ആയിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എന്തോ ഭാഗ്യത്തിന് കിട്ടി. പ്രതീക്ഷ ഉണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യും, പ്രിപ്പയർ ചെയ്യുമ്പോഴും എക്സാം എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? കിട്ടുന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു റിസൾട്ട് അറിഞ്ഞ് ഇപ്പം കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? വളരെ ഹാപ്പി ആയിരുന്നു. ഫാമിലി ആവട്ടെ, ഞാൻ ആ ഫീൽഡ് വിട്ടതിൽ കാരണം എനിക്ക് മെക്കാനിക്കലിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. സോ എനിക്ക് അതിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫീൽഡ് വിട്ടത് കൊണ്ട് ഫാമിലിക്ക് തന്നെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അറിഞ്ഞപ്പോൾ അത് സന്തോഷമായി. പെട്ടെന്ന് NICL ആയതുകൊണ്ട് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ജോബുമാണ്. സോ എല്ലാവരും ഹാപ്പി. NICL എന്ന് വെച്ചാൽ ഒരുപാട് ഇന്റർവ്യൂ ഒരുപാട് വേക്കൻസി ഉള്ളൊരു പോസ്റ്റ് അല്ല, വളരെ ലിമിറ്റഡ് വേക്കൻസി ഉള്ളൊരു പോസ്റ്റാണ്. അതെ, അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെ, പ്രത്യേക എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ, എങ്ങനെയായിരുന്നു? അങ്ങനെയായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഫസ്റ്റ് നോക്കിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി, എങ്ങനെയാണ് പാറ്റേൺ, ഏതൊക്കെയാണ് എക്സാമിന് വരിക, ഏതൊക്കെ എക്സാമാണ് ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക നോക്കി. ദെൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ആൻഡ് ഐ വർക്ക്ഡ് ഓൺ മൈ വീക്ക്നെസ് ആൻഡ് ദാറ്റ്സ് ഓക്കേ. ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച്? എങ്ങനെ ഓവർകം ചെയ്തു? ചലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ 2020 BTech കംപ്ലീറ്റ് ചെയ്യുന്നത്. ആൻഡ് 3 years ഞാൻ ചെന്നൈയിലായിരുന്നു, വർക്കിംഗ് ആയിരുന്നു. സോ ടീച്ചിങ് അല്ലെങ്കിൽ പഠിപ്പ് എന്നുള്ളൊരു ഇത് മാറി തന്നെ കംപ്ലീറ്റ്ലി പോയിട്ട് അപ്പോൾ അത് തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയൊരു ചലഞ്ചായിട്ട് വന്നിരുന്നത്. സോ മാക്സിമം മോക്ക് ചെയ്തു, വീക്ക്നെസ് ഏതൊക്കെ സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്തു, അതിൽ വർക്ക് ചെയ്തു. ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു കോച്ചിങ്ങിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡയർ ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും, തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ ഡീൽ ചെയ്ത്? ഞാൻ ആക്ച്വലി എൻ്റെ ബെസ്റ്റ് എന്താ പറയുക സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ്. ഫാദർ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മദറും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും തന്നെയാണ്. ഞാൻ ആക്ച്വലി ഒരു കുട്ടിയാണ്, വീട്ടിലെ ഒരാളാണ്. സോ അവർ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സും എല്ലാവർക്കും കുറേ പേർക്ക് ഇങ്ങനെ റേസിലായിട്ടുണ്ടെങ്കിൽ ശരി, അല്ലെങ്കിൽ വേറെ എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സ് ആയിരുന്നു ശരി, എല്ലാവരും നിറയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരും അങ്ങനെ ഒരു കുറ്റമായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, സ്വന്തമായിട്ട് തോന്നിയിട്ടുണ്ടോ? മീൻസ് ഇപ്പം എനിക്കിത് അവിടെ നിന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയത് RRB PO എക്സാം ആയിരുന്നു. RRB PO എക്സാമിൽ എനിക്ക് പ്രിലിംസ് 1 മാർക്കിന് പോയിരുന്നു. സോ ഫസ്റ്റ് എക്സാം തന്നെ ഇത് പോയപ്പോൾ വളരെ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിരുന്നു. ഏകദേശം എന്താ പറയുക, ഇത്രയും എനിക്ക് ഏകദേശം ഒരു 70K അടുത്ത് സാലറി ഉണ്ടായിരുന്നു. സോ അത് വിട്ട് ഫസ്റ്റ് എക്സാമും പോയി എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഫസ്റ്റ് തന്നെ ഉണ്ടായത്. പിന്നെ വരുന്ന എക്സാമൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ പിന്നെ അത് ശരിയായി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ റേസിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു ഫാക്ടർ എന്തായിരുന്നു? നമ്മുടെ ലാബായിരുന്നു? എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സാമുമായിട്ട് ആ ടച്ച് വിട്ടിട്ട് 3 വർഷമായി. സോ സ്റ്റുഡൻസുമായിട്ട് കൂടുതലും ഇപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിറയെ പേര് ഇരിക്കുന്നുണ്ടാവും ഒരു ഇതിൽ. സോ ആ ഒരു
ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു പേടി ഓവർകം ചെയ്യുക, അതിന് തന്നെ റേസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാബ് ആയിട്ടുണ്ടെങ്കിലും ശരി, ഇല്ല സർക്കിൾ ആയിട്ടുണ്ടെങ്കിലും ശരി, മെൻറ്റർ ആയിട്ടുണ്ടെങ്കിലും ശരി, ടീച്ചേഴ്സ് ആയാലും ശരി, എല്ലാവരും എല്ലാ പോയിന്റിലും എപ്പോൾ വിളിച്ചാലും കൂടെ നിൽക്കുന്ന ഒരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു. വളരെ. റിസൾട്ട് അറിഞ്ഞ സമയത്ത് വീട്ടിലായിരുന്നു. അതെ. അപ്പം ആദ്യം പാരൻസിനോടായിരിക്കും പറഞ്ഞേക്കുന്നത്. അതെ. എങ്ങനെയായിരുന്നു റിയാക്ട് ചെയ്തത്? കെട്ടിപ്പിടിക്കായിരുന്നുണ്ടായിരുന്നു എല്ലാവരും. വളരെ സന്തോഷമായിരുന്നു. അമ്മയുടെ കണ്ണെന്നൊക്കെ കണ്ണീരൊക്കെ വരുന്നുണ്ടായിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കണം. അതെ അതെ. വീട്ടിൽ ഇരിക്കുമായിരുന്നല്ലോ ഞാൻ. മീൻസ് ജോബ് വിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഏതൊരു പാരൻസിനായിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്മൾ പുറത്ത് പറയില്ലെങ്കിലും ഉള്ളിലുണ്ടാവും, സങ്കടം ഉണ്ടാവുമല്ലോ. ഏജും കൂടി വരികയാണ്. സോ വളരെ സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഇപ്പം മനോജിനെ പോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ വേറെ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും, എനിക്കൊരു പബ്ലിക് സെക്ടറിൽ ജോലി വേണം, ട്രൈ ചെയ്യാം, കോച്ചിങ്ങിന് പോകാം, ജോലി നിർത്താം എന്നൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ അവർക്ക് എപ്പോഴും ഡൗട്ട്, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ, നമുക്ക് നിർത്തി കഴിഞ്ഞാൽ മണ്ടത്തിലായി പോവോ എന്നൊക്കെ ഉള്ളൊരു സംശയമായിരിക്കും ഇപ്പോഴും അവരെ പുറകിലേക്ക് ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാരോട് മനോജിന് എന്താ പറയാനുള്ളത്? ട്രസ്റ്റ് യുവർ സെൽഫ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയായിട്ടുണ്ടെങ്കിലും നമ്മൾ പുട്ട് ചെയ്യുന്ന എഫേർട്ട് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. അത് എങ്ങനെയായാലും നമ്മളിപ്പോൾ ലെസ് എഫേർട്ട് ആണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. ബട്ട് മോർ എഫേർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഹയർ റിസൾട്ടും കിട്ടും. സോ ട്രസ്റ്റ് യുവർ എഫേർട്ട്, ട്രസ്റ്റ് യുവർ പ്രോസസ് ആൻഡ് യു വിൽ വിൻ ഡെഫിനറ്റ്ലി. ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്തായിരുന്നു? ഒന്നും ചെയ്തില്ല. സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ല? ഇല്ല, അറിയിച്ചില്ല. ഞാൻ ആക്ച്വലി ഒരു വർഷമായിട്ട് ഇപ്പോൾ ഈ റിസൈൻ ചെയ്തത് മുതൽ കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുന്ന ഒരു ഇതായിരുന്നു. സോഷ്യൽ മീഡിയ എന്നൊക്കെ കുറച്ച് അകന്ന് നിന്ന് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു. സോ ഇനി വേണം തുടങ്ങാൻ. ഓക്കെ. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ന്യൂജൻ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ നമുക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ചില മൂവി സീൻസോ അല്ലെങ്കിൽ ചില മ്യൂസിക്കൊക്കെ കയറി വരുമല്ലോ. അപ്പോൾ റിസൾട്ട് കിട്ടി, ഞാൻ ജയിച്ചു, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടി എന്നുള്ള സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു സീനോ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും മൈൻഡിൽ വന്നായിരുന്നു? എനിക്ക് ആക്ച്വലി ഒരു സിനിമ ഇല്ലേ, ദുൽഖറിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ആ ഒരു മൂഡായിരുന്നു കിട്ടിയപ്പോൾ. ഫസ്റ്റ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ടാണ് പഠിക്കാറ്, വീട്ടിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ടാണ്. കിച്ചണും കാര്യങ്ങളൊക്കെ താഴത്താണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. സോ ലാപ്പിൽ നോക്കി റിസൾട്ട് നോക്കി ഇറങ്ങി വരുന്ന ഒരു മൂവ്മെന്റ് അങ്ങനെയായിരുന്നു. ഈ വിക്രമാദിൽ ബീജം വരെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ട്. മനോജ് വേറെ ഏതൊക്കെ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതല്ലാതെ? ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്ത RRB PO എന്നാണ്. സോ RRB PO എനിക്ക് പ്രിലിംസ് ഒരു മാർക്കിനായിരുന്നു പോയിരുന്നത്. ദെൻ RRB ക്ലർക്ക് കഴിഞ്ഞു, പ്രിലിംസും മെയിൻസും കഴിഞ്ഞിരുന്നു. മെയിൻസിൽ ആക്ച്വലി 0.08 മാർക്സിനാണ് ക്ലിയർ കട്ട് ഓഫ് പോയത്. പിന്നീട് IBBS ക്ലർക്ക് മെയിൻസ് എഴുതിയിട്ടുണ്ട്, വെയിറ്റിംഗ് ഫോർ റിസൾട്ടാണ്. അതേമാതിരി IBBS PO ഇത് ഇന്റർവ്യൂ കഴിഞ്ഞു ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ഓക്കെ. ഒരു പ്രിപ്പറേഷന്റെ സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റുകളായിരിക്കും. എന്നിട്ട് അതെങ്ങനെയാണ് ആ ഒരു ഡിഫിക്കൽറ്റി ഓവർകം ചെയ്തത്? ആക്ച്വലി ഒരു ബാങ്കിങ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 4 സബ്ജക്റ്റാണ് മേജറായിട്ടുള്ളത്. റീസണിങ്, ക്വാൺസ്, GK ആൻഡ് GK ഇല്ല, കറണ്ട് അഫയേഴ്സ് ആൻഡ് ഇംഗ്ലീഷ്. ഇത് 4 സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ക്വാൺസും ഇംഗ്ലീഷും ആയിരുന്നു. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മാക്സിമം റീസണിങ് ആൻഡ് CA മാക്സിമം പഠിക്കാൻ നോക്കി. ആൻഡ് ഈ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്സ് അങ്ങനെ തന്നെ സ്ട്രോങ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. സോ അതായിരുന്നു എൻ്റെ മേജർ സ്ട്രാറ്റജി. ഓക്കെ. ഇപ്പോൾ ഈ ഒരു വിജയം നേടി മനോജോട് ഇരിപ്പുണ്ട്. ഈ ഒരു ജേണിയിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ ഹെൽപ്പ് ചെയ്ത ആൾക്കാരോടൊക്കെ ഒരു നന്ദി പറയാനുള്ള ഒരു അവസരമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിന് നന്ദി പറയുന്നു. രണ്ടാമത് എൻ്റെ പേരൻസ്, എന്നെ ഹെൽപ്പ് ചെയ്ത അച്ഛൻ, അമ്മ, മറ്റായിട്ടുള്ള അമ്മമ്മ, എല്ലാവരും എന്നെ വളരെയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെൻ്റലി ആയിട്ടുണ്ടെങ്കിലും ഫിനാൻഷ്യലി ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു 1 ഇയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. സോ ഫാദർ ആയാലും മദർ ആയാലും എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആയാലും ശരി, എല്ലാവരും എന്നെ വളരെയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ കിട്ടിയ ഫ്രണ്ട്സ് തന്നെ ഉണ്ടായിരുന്നു, റേസിലായാലും ശരി, ഇത് പേഴ്സണൽ ആയാലും ശരി. എല്ലാവരും കൂടുതലും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ മാർക്ക് എങ്ങനെയൊക്കെ എവിടേക്ക് സ്കോർ ചെയ്യാൻ പറ്റും, എല്ലാത്തിനും തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും, ആക്ച്വലി മെൻറ്ററും നിറയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എവറി ടീച്ചേഴ്സ്, ഓഫീസ് ടീച്ചേഴ്സ് മീൻസ് ഓഫീസ് അറ്റൻഡൻസ് ആയാൽ പോലും നമ്മളൊന്ന് ഫസ്റ്റ് തന്നെ ഒന്ന് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഹെൽപ്പായിട്ടുണ്ടെങ്കിലും എവിടെ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇവരെല്ലാവരുമാണ്. മനോജിന്റെ ഡ്രീം ജോബ് എന്തോ? അതായത് ഇനി ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവില്ല, എനിക്ക് അവിടെ എത്തണം എന്നുള്ളൊരു സംഭവമില്ല, അറിയാം? എനിക്ക് ആക്ച്വലി റെഗുലേറ്ററി ബോഡീസ് കയറാനാണ് താല്പര്യം. ഒന്നെങ്കിൽ RBI അല്ലെങ്കിൽ IAS അങ്ങനെ പോകാനാണ് താല്പര്യം എനിക്ക്. അപ്പോൾ ഇത് കിട്ടി വളരെ സന്തോഷം. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമാകാൻ സാധിച്ചു, ഒരു വർഷം കൊണ്ട് തന്നെ സാധിച്ചു.
ഇതിൽ നിന്ന് തന്നെ നെക്സ്റ്റിലേക്ക് പോകാൻ ഉള്ളൊരു പ്ലാനാണ്. സ്വപ്നങ്ങളെല്ലാം സാധ്യമാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.